ഹെൽമെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ്. ആണല്ലോ. എന്തോ മെനക്കേടാന്ന് നോക്കി. ഒരെണ്ണമാണേലും രണ്ടെണ്ണം. ഇത് കണ്ടോ, ഒരു വണ്ടിയിൽ ഇപ്പൊ 2 പേര് ഇരിക്കും. അതിപ്പോ ഒരു ഹെൽമെറ്റ് ഉണ്ട്, രണ്ടും ഇങ്ങനെ വെച്ചുകൊണ്ട് ഓടിക്കാൻ എന്താ പാട്. അതെ, എന്തൊരു ബുദ്ധിമുട്ടാ, ഭയങ്കര പാടാ. ഇതിനും വേറെ ഹെൽമെറ്റ് തലേ വെക്കുന്ന. അതെ, നമ്മുടെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആപ്പില്ലേ, ആപ്പ് സ്റ്റോറിൽ കിടപ്പുണ്ട്. വീഡിയോ കാണുന്നവർ ആ ആപ്പ് സ്റ്റോറിൽ ചെന്ന് ചാരിറ്റി വിത്ത് ആപ്പ് സ്റ്റോറല്ല, സോറി, പ്ലേ സ്റ്റോർ. ആപ്പ് സ്റ്റോറിലേക്ക് ആയിട്ടില്ല, പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ എന്താ പറയുക, ഡൗൺലോഡ് ചെയ്ത്, അങ്ങോട്ട് ഒത്തിരി പേര് കേൾക്കത്തില്ല, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഫോണിൽ. ഇപ്പം തൽക്കാലം ഒന്നും ഒരു കേസുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല, ചാരിറ്റി കേസൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ കേസ് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആപ്പ് ഫണ്ട് മാനേജ്മെൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് ഫോർ ചാരിറ്റി, ഇങ്ങനൊരു ആപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അത് ആരും എനിക്ക് സ്റ്റാർട്ടാവുന്ന ബുള്ളറ്റ് ഇങ്ങനെയല്ലല്ലോ ഇത്. ചാരിറ്റി ആപ്പ് വന്നപ്പോൾ ബുള്ളറ്റ് ശരിയായി, കണ്ടോ? എല്ലാം ശരിയാക്കാൻ പോവാ, എല്ലാം ശരിയാകും. നിങ്ങൾ ഈ സാധനം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് തെളിവുകളോട് എല്ലാം അവതരിപ്പിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആപ്പ് ഇതിനു മുമ്പ് ഇവിടെ ആരും കണ്ടിട്ടില്ല. നമ്മളൊരു കുറച്ചാളൊക്കെ നടത്തി, പക്ഷേ ഇനി ഇത് ഭയങ്കര സംഭവമാകാൻ പോവാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് കയറി പ്ലേ സ്റ്റോറിൽ നോക്ക്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ആപ്പിളിൽ കിട്ടത്തില്ല, അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറുക, ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് ചെകുത്താൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്. പിന്നെ ആപ്പിനകത്ത് നമ്പർ കിടപ്പുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ കേസുകളുണ്ടെങ്കിൽ അറിയിക്കാം. പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, ബൈ.